ഒതുക്കുങ്ങൽ പഞ്ചായത്ത് 2-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിക്കായി രംഗത്തെത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, ലയണൽ മെസ്സിയാണ്. സലീമിക്ക പറ്റിക്കില്ല, വിശ്വസിക്കുക എന്നാണ് മെസ്സി പറയുന്നത്. ഇതെങ്ങനെയാണ് മെസ്സി ഇവിടെ എത്തുന്നത്, എന്താണ് സംഭവം എന്നൊക്കെയല്ലേ സംശയം. നമുക്ക് നേരിട്ട് അവിടുത്തെ ആളുകളോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച പോലെ സലീംക നിങ്ങളെ പറ്റിക്കില്ല. നാടിന്റെ വികസന തുടർച്ചയ്ക്കും മുന്നേറ്റത്തിനും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് 2-ാം വാർഡ് സ്ഥാനാർത്ഥി KP സലീം സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മെസ്സി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ മലപ്പുറം ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ 2-ാം വാർഡിലാണ്. അതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അത് അതിൻ്റെ മുന്നേ ഒരു സംശയമുണ്ട്, ഒന്ന് തൊട്ട് നോക്കട്ടെ. സ്ഥാനാർത്ഥി ഒറിജിനൽ തന്നെയാണ്, AI അല്ല എന്തായാലും മെസ്സി AI പോലെ സ്ഥാനാർത്ഥി ഒറിജിനലാ അല്ലേ? അതെ, സ്ഥാനാർത്ഥി ഒറിജിനലാണ്. ഈ വിഷയം ഇവിടെ ഉണ്ടായത് മന്ത്രി അബ്ദുറഹ്മാൻ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം വഞ്ചിച്ചു. 2 പ്രാവശ്യം മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സി വന്നില്ല. അത് ജനങ്ങൾക്കൊരു സംശയമുണ്ട്, വോട്ട് തട്ടാനുള്ള പരിപാടിയായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാനിവിടെ 2-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് എന്നൊക്കെ മെസ്സിനെ കൊണ്ടുവന്നുള്ള വാഗ്ദാനം ആർക്കും കൊടുത്തിട്ടില്ല. ഇന്നെക്കൊണ്ട് കഴിയണ പ്രവർത്തനം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഞാനിവിടെ ചിലവാക്കും. പിന്നെ എൻ്റെ ശമ്പളമാണ് 5 വർഷത്തെ ശമ്പളം ഞാൻ ഇവിടെ പൊതുവെ രോഗികളായിട്ടുള്ളവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തെ ശമ്പളം, അത് എത്ര കിട്ടിയാലും. ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ മെസ്സിനെ തന്നെ ഇറക്കാന്ന്. ഇത് മെസ്സിനെ വെച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ജനങ്ങളെ പറ്റിച്ചത്. അപ്പോൾ മെസ്സിനെ തന്നെ ആക്കണം. അല്ല, മെസ്സിനോടൊരു പ്രത്യേക സ്നേഹം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ഫുട്ബോൾ വിരമയാണ് എല്ലാവരും ആശ്രയിക്കുന്നുണ്ട്. നെയ്മറിനെ, എംബാപ്പ, റൊണാൾഡോ എല്ലാവരും ആശ്രയിക്കും. നമ്മൾ ഫുട്ബോൾ ആരാധകനാണ്. അത് വെച്ചിട്ട് നമ്മൾ മെസ്സിനെ വെക്കാൻ കാരണം മെസ്സിനെ വെച്ചിട്ടാണ് അബ്ദുറഹ്മാൻ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചത്. അപ്പോൾ ആ മെസ്സിനെ വെച്ചുകാണ്ടിന് വോട്ട് പിടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ചതാണ്. അതെ, വെറും ഒരു ആശയത്തിനപ്പുറം ഒരു കൃത്യമായ രാഷ്ട്രീയം കൂടെ പറയാണല്ലേ. എങ്ങനെയാണ് മെസ്സിനെ ആളുകളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയോ? തീർച്ചയായും ഏറ്റെടുത്ത് തുടങ്ങി. പിന്നെ ഇന്നലെ തന്നെ 24 മണിക്കൂറിനുള്ള 10 ലക്ഷത്തിലേറെ ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിനോടൊപ്പം ചേർന്ന് നീങ്ങിയതാണ്. പക്ഷെ അത് വൈറലായി. എന്താണ് ലോകത്തൊട്ടാകെ ആളുകൾ അത് കണ്ട് 40 ആളെ വെച്ചുകൊണ്ട് ഒരു മീഡിയ വിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് അതിൽ ഞങ്ങൾ KMCCൻ്റെ ഒരു അഡ്മിനായിട്ട് മുന്നേറുണ്ട്. അവനക്കാണ് ഇതിൻ്റെ ഫുള്ള് ക്രെഡിറ്റും. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ AI കൂടെ രംഗത്തിറങ്ങുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊഴുക്കുകയാണ്. അപ്പോൾ ഈ മെസ്സിക്ക് മറുപടിയായി ആരെല്ലാം വരുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ കൂടെ കണ്ടറിയേണ്ട കാര്യമാണ്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, തെരഞ്ഞെടുപ്പ് കാലത്തെ വളരെ രസകരമായ കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മളെപ്പോഴും പറയാറുണ്ട് മലപ്പുറത്തുകാരുടെ രക്തത്തിൽ അലിഞ്ഞതാണ് ഫുട്ബോൾ എന്ന്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടി അത് വന്നിരിക്കുകയാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളുണ്ട്. എന്തായാലും UDF-കാര് മെസ്സി ഇറക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ LDF-ന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് റൊണാൾഡോയോ നെയ്മറിനെയൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, ആദ്യം തന്നെ ഒരു ഫോൺ കോളാണ് വരുന്നത്. നമ്മളെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ മെസ്സി ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം നമുക്ക് തന്നെ കൗതുകം. കാരണം ഇപ്പം മെസ്സി ട്രെൻഡിങ് അയക്കുന്ന സമയമാണല്ലോ. മെസ്സി വരുമോ വരില്ലേ എന്നുള്ളതൊക്കെയാണ് നമ്മളെ ചർച്ച. അതിനിടയിൽ കൂടിയാണ് ഈ കോള് വരുന്നു. പിന്നാലെ ഈ ദൃശ്യം വാട്സാപ്പിൽ തുറന്നു നോക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കും ഒരു കൗതുകമായി. ഇത് ഈ സമീപകാലത്തെ സമകാലിക വിഷയം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് എത്ര ക്രിയാത്മകമായാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടക്കുന്നതെന്നാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് വന്നതേ ഉള്ളൂ. ഈ വരുന്നതിന് മുന്നേ തന്നെയായിരുന്നു ഈ വീഡിയോ ഒക്കെ ഇറക്കിയത്. അപ്പോൾ ഇമാ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബാക്കി. അർജന്റീനയും മെസ്സിയും ഒക്കെ ഇവിടെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ UDF-ന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി LDF-ന്റെയും BJP-യുടെ ഒക്കെ മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ മാത്രം ട്രെൻഡായി ഒതുങ്ങുമോ, ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്ന സസ്പെൻസ്. എന്തായാലും KP സലീമിന് സസ്പെൻസ് വരും ദിവസങ്ങളിൽ നമുക്ക് വഴിയെ നോക്കാം. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഗാനങ്ങളിലുള്ള വ്യത്യസ്തതയൊക്കെയാണ് കാണാറ്. ഇത്തവണ AI കൂടി രംഗത്തുണ്ട്. അരുണാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.